ഗൈസ്, ഇന്ന് ക്ലാസ്സുള്ള ഒരു ദിവസമാണ്. നമ്മളെയൊക്കെ ലൈഫിൽ ഇങ്ങനെയും ചില ഫ്രണ്ട്സ് ഉണ്ടാവും. തലേന്ന് രാത്രി വിളിച്ച് ചോദിക്കും, നാളെ ക്ലാസ് പോകുന്നുണ്ടോ, ക്ലാസ് പോയാലോ, ഇന്ന് വെറുതെ കട്ടാക്കണോ, ഇന്നത്തെ സബ്ജക്റ്റ് കുറച്ച് ടഫുള്ളതാണ്, വാ നമുക്ക് പോയിട്ട് വരാമെന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുന്ന ചില ഫ്രണ്ട്സ്. അത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ കൂടെ കിട്ടും കേട്ടോ. അതൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ കോളേജിലെത്തി. നമ്മൾ കുറച്ച് നേരത്തെ എത്തിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ആരും എത്തിയില്ല. എന്നാൽ പിന്നെ ഒന്ന് നടന്നാലോ എന്ന് വിചാരിച്ചു. നടത്തം ചെന്നെത്തിയത് ഈ ചുമരെഴുത്തിന് മുന്നിലാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഓർമ്മയുടെ ചെപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലതരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. സൗഹൃദവും പ്രണയവും ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളും ഒക്കെ. ജയവും പരാജയമൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. അതൊക്കെ കോളേജുകളിൽ സർവ്വസാധാരണം. പഞ്ചാര മുക്ക് എന്നറിയപ്പെടുന്ന ഒരു മുക്ക് ഇവിടെയുണ്ട്. എന്താണെന്ന് അറിയാലോ, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. അങ്ങനെ ക്ലാസ്സിൽ കൃത്യസമയം ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരായി എത്തിത്തുടങ്ങി. പല സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരും പഠനത്തിൽ മുഴുകിയിരിക്കുകയാണ്. കളി തമാശകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് ഒരു രസം തന്നെയാണ്. അപ്പോഴപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ബെഞ്ചൊന്ന് ശ്രദ്ധിച്ചത്. നോക്കുമ്പോഴോ സത്യം പറഞ്ഞ ടെക്സ്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഡെസ്കിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. പിള്ളേരുടെയൊക്കെ ഒരു കഴിവേ. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനായി ഇല തുറന്നതും എന്താ ഒരു സ്മെല്ല്. അരെ വാ, ഇത് കഴിക്കാനായിട്ട് പോയ പോലെയുണ്ട്. നോക്കുമ്പോഴാണ് എന്നെ നോക്കി ഒരാളെ കരയുന്നത്. ഒന്നും നോക്കിയില്ല, കുറച്ച് ഫുഡ് എടുത്ത് അതിനും കൊടുത്തു. വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്നതിലാണല്ലോ കാര്യം. കൈ കഴുകാൻ പോയപ്പോണ്ട് വേറൊരാൾ നോക്കി കരയുന്നു. എവിടെ, ഫുഡ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തണുത്തത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വഴിയരികെ കണ്ട ഒരു ഷോപ്പ് കയറി. അങ്ങനെ ഫലൂഡ ഓർഡർ ചെയ്ത് കഴിച്ചു. എൻ്റെ വിശപ്പ് തീർന്നില്ല. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്താലോ എന്ന്. അപ്പം എന്നോട് പറയാം, കൊക്കപ്പുഴമാണ് വയറ്റിലെന്ന്. ഒന്നും നോക്കിയില്ല, ഞാനൊരു ചിക്കൻ സ്ട്രിപ്സും ഓർഡർ ചെയ്തു. നമ്മളെ തളർത്താൻ പറ്റുമോ? അങ്ങനെ വീട്ടിൽ പോയി ടാറ്റാ.